അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു പാലപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ പാലപ്പൊക്കെ രാത്രി കൂട്ടി വെക്കണമല്ലോ. ഇത് രാവിലെ എണിച്ചിട്ട് നമുക്ക് കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയാണ്. ഗോതമ്പ് പൊടി കൊണ്ട് പാലപ്പം 1/2 മണിക്കൂർ മതി. അപ്പോൾ അതായി ഒരു കടലക്കറി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണട്ടെ, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ അത് രാവിലെ എണിച്ച് വന്ന വഴി തന്നെ നമുക്ക് പാലപ്പത്തിന് കൂട്ടി വെക്കാം കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 2.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി, സാധാ നമ്മൾ പാക്കറ്റ് പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇത് മാവ് കൂട്ടി വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ പിന്നെ മാവൊക്കെ റെഡി ആയിട്ട് വരും ചെയ്തോളും. അപ്പോൾ അത് അങ്ങനെ ഞാൻ 2.5 കപ്പ് തികച്ചില്ല, 2.5 കപ്പാണ് പൊടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ 1 കപ്പ് ചിരകിയ തേങ്ങ കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. തലേ ദിവസത്തെ ചോറുണ്ടാവുമല്ലോ നമ്മൾ വെള്ളത്തിലിട്ടൊക്കെ വെച്ചിട്ടുള്ളത്, അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ 1 ടീസ്പൂണ് പഞ്ചസാര കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ 1 ടേബിൾ സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ പിന്നെ ഈസ്റ്റ് എടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. നല്ല എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക പാലപ്പം. നമ്മൾ രാത്രിയൊക്കെ പിന്നെ മറ്റേ അരിയൊക്കെ ആണെങ്കിൽ അരിയാട്ടി കൂട്ടിയൊക്കെ വെക്കുക വേണ്ടേ, ഇതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് മിക്സർ ജാറിലേക്ക് പൊടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ദോശമാവിൻ്റെ ഒരു പരുവത്തിലാകാൻ വേണ്ടിയിട്ട് അതിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാം. ഒരുപാട് ലൂസാക്കി എടുക്കരുത്. അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. പിന്നെ വെള്ളം അധികമായിപ്പോയാൽ അപ്പം ശരിയായി കിട്ടില്ല. അപ്പോൾ അതാ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് പകുതി മാവിൽ ഒരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് അരച്ചെടുക്കുക. പിന്നെ ബാക്കി മാവ് അങ്ങനെ തന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് അരച്ചെടുക്കട്ടെ. അപ്പോൾ അത് മാവ് ആദ്യത്തെ ട്രിപ്പ് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 2ാമത്തെ പ്രാവശ്യം കൂടി ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അതും കൂടി അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ 2 പ്രാവശ്യമായിട്ട് നമ്മൾ മാവെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതായി ഒരു പരിവാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സർ ജാറിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതിലേക്കൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. മാവ് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്യുന്ന സമയമല്ലേ, പിന്നെ നല്ല ചൂടത്താണെങ്കിൽ പിന്നെ പെട്ടെന്ന് പൊങ്ങി വന്നോളും. അപ്പോൾ ഞാൻ ചെറിയ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ മിക്സർ ജാറിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. കുറച്ച് മതി, നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കൂടിപ്പോകരുത് കേട്ടോ. എന്നിട്ട് അതേപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് കറിയും ചായയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും മാവ് അവിടെ ശരിയായി കിട്ടുമ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതങ്ങനെ ഞാൻ മാവൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അടച്ചത് നമുക്കതവിടെ മാറ്റി വെക്കാം. അപ്പോൾ അതാ ഞാൻ കടല തലേ ദിവസം വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളത് കുറുക്കിയിട്ടുള്ള ഒരു കറിയായിട്ടാണ് എടുക്കുന്നത്, ഒരു കുറുമ പോലെയൊക്കെ. അപ്പോൾ അതിനകത്ത് ഞാൻ കടല മുഴുവനും കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അതാ ഞാനൊരു 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു പച്ചമുളക്, എല്ലാം കൂടി അരിഞ്ഞിട്ട് പിന്നെ കടലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു 2-3 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ കടല എടുക്കുന്നതിനനുസരിച്ചിട്ട് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനത് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇട്ട് നല്ല എരിവുള്ള മുളകാണ്, വെള്ളമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല
ഇനി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ കടല അങ്ങനെ ഞാൻ വേകാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അത് അരക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്പൂണ് വലിയ ജീരകം, 2 ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിങ്ങനെ ജീരകമൊക്കെ ഇട്ട് അരച്ചെടുക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കണമല്ലേ, അപ്പോൾ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ കറികളുടെ അരപ്പൊക്കെ തയ്യാറായിട്ടോ. നമുക്ക് കടല വെന്തോ നോക്കാം. അപ്പോൾ അതാ ഞാൻ വിസിലൊക്കെ ഒഴിവാക്കി കടല വെന്തോ നോക്കണം. കടലയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതപ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ല, പാകത്തിനുള്ള വെള്ളം തന്നെ ഉള്ളൂ. നമുക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ പാകത്തിന് ആയിക്കോളും. നമ്മളത് കറി പോലെ ഒരുപാട് ലൂസാക്കി എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ കറിയിൽ. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കിയിട്ട് നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ കറിയിൽ അങ്ങനെ തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടോ. നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. ഉപ്പ് കുറവായിരുന്നപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം. അത് ചൂടാറുമ്പോൾ ഒന്നുകൂടി കുറുകി വരും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കടലക്കറി ഇട്ട്. അങ്ങനെ തേങ്ങ അരച്ച് വെച്ച് എടുത്താൽ ഒരുപാട് ചാറാക്കി എടുക്കരുത്. ഇതേപോലെ ഒന്ന് കുറുക്കിയിട്ട് എടുക്കുക. അപ്പോൾ അപ്പത്തിനും പുട്ടിനും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കറി. അപ്പോൾ ഇനി നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ അതിന് മുമ്പ് കടലക്കറി തേങ്ങ അരക്കാതെ ഒരു കടലക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അപ്പത്തിന് നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കിയ സമയത്തിന് മാവ് ഇവിടെ റെഡി ചെയ്യാൻ പറ്റും. 1 അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോൾ അതാ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഈ ചട്ടിയിൽ ഞാൻ കുറേ ആയിട്ടോ അപ്പം ചുട്ടിട്ട്. അപ്പം ഇനി കിട്ടൂലെന്ന് വിചാരിച്ചിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ്. എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഓരോപ്പായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല, നല്ല അടിപൊളി പാലപ്പം ഇവിടെ ശരിയായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ചപ്പാത്തിയൊക്കെ രാവിലെ എണിച്ചിട്ടൊക്കെ വന്നിട്ട് ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. ഇനിയിപ്പോൾ വൈകുന്നേരം ആണെങ്കിലും അങ്ങനെ അപ്പമൊക്കെ ചുട്ടെടുക്കുകയാണെങ്കിൽ സുഖമാണ്. 1 അരമണിക്കൂറിൻ്റെ സമയമല്ലേ വേണ്ടുള്ളൂ. അത് കൂട്ടി വെച്ച് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി വരുന്ന സമയത്ത് മാവ് അവിടെ റെഡിയായി വന്നോളും. അപ്പം ചുട്ടെടുക്കാനും സുഖമാണ്. എപ്പോഴും ഈ ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഒരു മടുപ്പല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചുട്ട് നോക്കുക കേട്ടോ. അത് ആ പാലപ്പൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അത് കണ്ടില്ലേ, സൂപ്പർ അപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കട്ടെ കേട്ടോ. ഇപ്പം മാവ് ഒഴിച്ച് ചുറ്റെടുക്കുന്ന സമയത്ത് ഇങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചുറ്റുക കേട്ടോ. അല്ലെങ്കിൽ തീരെ കനം കുറഞ്ഞു പോയാൽ അപ്പം പെട്ടെന്ന് കീറിപ്പോരും. അപ്പോൾ അത് അപ്പൊക്കെ അങ്ങനെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല അടിപൊളി പാലപ്പാണ്. അപ്പോൾ
അപ്പോൾ അതാ അപ്പം കണ്ടിട്ട് നല്ല സൂപ്പർ അപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുള്ള അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഞാനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അപ്പവും കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ചായയും കൂടി ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഈ കടലക്കറി അപ്പമൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെയും പറയാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എന്താ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതാ അപ്പം ചായക്കായി വന്നപ്പോഴത്തേനും കറി ഒന്ന് തണുത്ത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ അപ്പം കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തിലകൻ ചേട്ടൻ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് എന്തിലിട്ട് വെച്ചാലും ഉരുളക്കിഴങ്ങിൻ്റെ രുചിയാന്ന് പറയുന്ന പോലെ ഗോതമ്പ് പൊടി എന്ത് ആക്കി വെച്ചാലും ഗോതമ്പ് പൊടിയുടെ രുചി തന്നെയായിരിക്കും. ചിലവർക്കത് ഇഷ്ടാവും, ചിലവർക്കത് ഇഷ്ടാവില്ല. എന്നാലും നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ അപ്പവും കറിയൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.